എടാ, നീ ആ ബ്രേക്കിംഗ് ന്യൂസ് കണ്ടോ? ജയിലിൽ ചാടിയ ഗോവിന്ദചാമിയെ കിണറ്റീന്ന് പൊക്കിയെന്ന്. മണിക്കൂറുകൾ നീണ്ട ടെൻഷനാണ് ഇപ്പൊ കഴിഞ്ഞത്. കിണറ്റിൽ നിന്നോ? തമാശ പറയല്ലേ. ഞാൻ വിചാരിച്ച അവൻ എപ്പോഴേ നാട് വിട്ട് കാണുന്ന. എന്തൊരു നാടകീയമായ സംഭവം. കണ്ണൂരിലെ തളാപ്പെന്ന സ്ഥലത്തു നിന്നല്ലേ കിട്ടിയത്? അതെ, അതും ഒരു ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് ആ ഭാഗം വളഞ്ഞപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഇറങ്ങിയതാവണം. താടിയൊക്കെ വളർത്തി കറുത്ത പാന്റ് മാത്രം ഇട്ടൊരു കോലത്തിലായിരുന്നു. സമ്മതിക്കണം അവനെ. പക്ഷെ അതിലും വലിയ അത്ഭുതം അവൻ എങ്ങനെ ജയിലിൽ ചാടിയെന്നുള്ളതാണ്. 20 ദിവസം എടുത്താണ് സെല്ലിലെ അഴി മുറിച്ചതെന്നൊക്കെ കേട്ടു. ആ കഥയാണ് ഏറ്റവും രസം. ശബ്ദം കേൾക്കാതിരിക്കാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് അർത്ഥത്. എന്നിട്ട് മുറിച്ച ഭാഗം ഒരു ചരട് വെച്ച് കെട്ടിയിട്ടു. വാർഡൻ വന്ന് ചോദിച്ചപ്പോ എലി കയറാതിരിക്കാനാ സാറേ എന്ന് പറഞ്ഞു പോലും. ആ ഉദ്യോഗസ്ഥനത് വിശ്വസിച്ചു. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉറപ്പായും ഉള്ളിൽ നിന്ന് ആരുടെയോ സഹായം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ആ സമയത്ത് ഇലക്ട്രിക് ഫെൻസിങ്ങിലെ കറണ്ട് പോകുന്നത്, CCTV പ്രവർത്തിക്കാതിരിക്കുന്നത്? ഇതൊന്നും വെറും യാദൃശ്ചികമല്ല. അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ്. 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു അന്വേഷണം നടക്കും. എന്ത് വീഴ്ചയുണ്ടായാലും പോലീസിനെ സമ്മതിക്കണം. മണിക്കൂറുകൾക്കകം പ്രതിയെ പിടിച്ചത് വലിയ കാര്യമാണ്. ആ തുടക്കത്തിൽ കിട്ടിയ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. അല്ലെങ്കിൽ ഈ തിരച്ചിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെ, പോലീസിന്റെ ഭാഗത്തുനിന്ന് മികച്ച നീക്കമായിരുന്നു. പക്ഷെ ജയിൽ വകുപ്പിനിത് വലിയ നാണക്കേടാണ്. നമ്മുടെ ജയിലുകളുടെ സുരക്ഷയെപ്പറ്റി ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയമായി. ഇനി എന്തായാലും അവന് ജയിലിനകത്ത് ഗംഭീര വരവേൽപ്പായിരിക്കും. ഈ ചെയ്ത പണിക്കിനി ജീവിതത്തിൽ വെളിച്ചം കാണാൻ പോകുന്നില്ല. എന്തായാലും ഒരു വലിയ തലവേദന ഒഴിഞ്ഞു. സമാധാനമായി.